ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്ളോഗോ കുക്കിംഗ് വീഡിയോ അങ്ങനെയൊന്നുമല്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മുടി കഴിച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എണ്ണ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ എണ്ണ കാച്ചിയിട്ടാണ് എടുക്കുക. അപ്പോൾ ഞാനൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ കാച്ചിയെടുക്കുന്നതിനേക്കാളും നല്ലത് എണ്ണ നമ്മൾ ഇൻഫ്യൂസ് ചെയ്തിട്ട് എടുക്കുകയാണെന്ന് ആണ് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ചെയ്യുന്ന എണ്ണ ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എണ്ണ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഫുള്ള് കരിഞ്ഞു പോയിട്ട് അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുകയാണെന്നാണ് കേട്ടോ അറിഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ മൺചട്ടിയാണ് എടുത്തത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്ക നെല്ലിക്കയാണ് കേട്ടോ ചേർത്തത്. നാടൻ നെല്ലിക്ക വാങ്ങിച്ചിട്ട് ഉണക്കി അത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ കേട്ടോ. ഇനി ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂണ് മുരിങ്ങയില പൊടിയാട്ടോ. മുരിങ്ങയില അതുപോലെ തന്നെ ഉണക്കിയെടുത്തതാണ്. എല്ലാം 2 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുരിങ്ങയിലൊക്കെ മിക്സിയിലൊന്നും ഇടണ്ട, നല്ല ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ചിട്ട് പൊടിച്ചാൽ തന്നെ ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും കേട്ടോ. ഇനി ചേർക്കുന്നത് 10 വലിയ ചെറിയുള്ളി നന്നാക്കി ചെറുതാക്കി അരിഞ്ഞിട്ട് ഉണക്കിയെടുത്തതാണ്. ഞാൻ ഈ പറയുന്ന അളവെല്ലാം 1 ലിറ്റർ എണ്ണയിലേക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ. ഇനി കഞ്ഞുണ്ണി ഉണക്കിയതാട്ടോ, കയ്യോന്നി എന്നൊക്കെ പറയും. അപ്പോൾ ഇതും 2 ടേബിൾ സ്പൂൺ തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. നല്ല നാടൻ കറിവേപ്പില കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. അതും ഉണക്കിയിട്ട് അതാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തന്നെയാണ്. പിന്നെ നമുക്ക് ചേർക്കുള്ളത് മൈലാഞ്ചിൻ്റെ ഇലയും അതുപോലെ തന്നെ ചെമ്പരത്തിൻ്റെ പൂവും, അതും ഒരു 2 ടേബിൾ സ്പൂണ് ഒരു കൈക്കണക്കിന് അങ്ങനെ ചേർക്കുകയാണ്. പിന്നെ കുറച്ച് മൈലാഞ്ചി ഇലയും കൂടി ചേർക്കുകയാണ്. അതും ഉണക്കിയതാണ് കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നന്നാക്കി ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനി ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഉലുവയാണ്. സാധാരണ വീട്ടിൽ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന ഉലുവ. ഈ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നാട്ടിൻപുറത്തുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അല്ലാത്തവർക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ എല്ലാം ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഉണക്ക നെല്ലിക്ക, കറിവേപ്പില, പിന്നെ ഉലുവ, അതുപോലെ തന്നെ മുരിങ്ങയിലൻ്റെ പൊടി, ഇത് നിർബന്ധമായിട്ടും ചേർക്കുക. അതാണ് മുടി കൊഴിച്ചിലിനൊക്കെ ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒലിവ് ഓയിൽ. ഈ ഒലിവ് ഓയിൽ എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ മക്കൾക്ക് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലിൽ 1/4 ഭാഗത്തോളമാണ് ഒലിവ് ഓയിൽ ഉള്ളത്. അതിലേക്ക് ഞാൻ ബാക്കി 1 ലിറ്റർ കണക്കാക്കി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് 1 ലിറ്റർ ആക്കിയിട്ടാണ് ഞാൻ ഈ ഒരു മിക്സിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഒലിവ് ഓയിലിന് പകരം ആവണക്കെണ്ണ കിട്ടുകയാണെങ്കിൽ കാസ്റ്റർ ഓയിൽ ഭയങ്കര നല്ലതാട്ടോ മുടി വളർച്ചയ്ക്ക്. പിന്നെ ഒലിവ് ഓയിലും നല്ലത് തന്നെയാണ്. ഞാൻ മക്കൾക്കൊക്കെ ചെറുത് മുതലേ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ചെറിയ മക്കൾക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്താൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു എപ്പോഴും ഉണ്ടാകുന്ന ജലദോഷം, തലനീരർക്കും അതൊക്കെ ഇല്ലാണ്ടാവും കേട്ടോ. അത് ഞാൻ ഒരു ബുക്കിൽ വായിച്ചിട്ട് അങ്ങനെ ചെയ്തു നോക്കിയതാണ്. അപ്പോൾ എനിക്ക് മാറ്റം തോന്നിയിട്ടുണ്ട്. ഇനി ഈ ഒലിവ് ഓയിലും വെളിച്ചെണ്ണ അതിനൊക്കെ പകരം നിങ്ങൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെണ്ണാണോ യൂസ് ചെയ്യുന്നത് അത് ഒഴിക്കട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് വെയിലത്ത് വെച്ചിട്ടാണ് ചൂടാക്കാൻ പോകുന്നത്. അല്ലാതെ ഗ്യാസിലോ അല്ലെങ്കിൽ തീ തട്ടിക്കുന്നേ ഇല്ല, ഡയറക്റ്റ് ചൂട് കൊടുക്കുന്നില്ല. വെയിലത്ത് വെച്ചിട്ട് 3 ദിവസം ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വെയിലില്ലാത്ത ടൈമാണെങ്കിൽ നമ്മൾ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്യാൻ ഡബിൾ ബോയിൽ ചെയ്യുമല്ലോ. അതായത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ചിട്ട് ആ വെള്ളത്തിൽ മുട്ടാത്ത രീതിയിൽ റിങ് ഇട്ടിട്ട് വേറൊരു പാത്രം വെക്കുക. അതിൽ ഈ ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് 3 ദിവസം ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കുപ്പിയിൽ ഒഴിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരാഴ്ചൻ്റെ മേലായി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മുടി കൊഴിച്ചിൽ ചെറിയ രീതിയിൽ മാറ്റം തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്നില്ല. സാധാരണ 2-3 ദിവസം കൂടുമ്പോഴാണ് ഹെയർ ഓയിൽ അതുപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഇനി എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് നൽകാം. അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ.